ഹായ്. രാവിലെ എന്നാ പരിപാടി എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയതാ. അത് കണ്ടോ, ഞാൻ ഇന്നലെ ചക്ക വരട്ടിയിട്ട് മറ്റേ കുപ്പിയിലാക്കിക്കൊണ്ടിരുന്നപ്പം അമ്മച്ചി എനിക്ക് ഇതുണ്ട്, നമ്മുടെ ചക്ക വരട്ടിയാണ് ഇത്. കുപ്പിയിലാക്കിക്കൊണ്ടിരുന്നപ്പം അമ്മ വേഗം ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പൊ രാവിലെ ചായ കുടിക്കാൻ നേരത്തെ ഞാൻ ഓർത്തു എല്ലാരും ഒന്ന് കൊതിപ്പിച്ചേക്കാത്. കണ്ടോ, എന്തൊക്കെ പറഞ്ഞാലും കുമ്പിളപ്പം തന്നെയാ. കുമ്പിളപ്പത്തിന്റെ തട്ട് താട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ അധികം ബേക്കറി ഐറ്റംസ് കിട്ടാത്തത് കൊണ്ട് ഇവരൊക്കെ തിന്നോളും. അല്ല ഒന്നു ബേക്കറി അധികം കിട്ടാത്തോണ്ട് വേറെ വഴിയില്ലാത്തോണ്ട് അങ്ങ് തിന്ന് ശീലമായി കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു വല്ലാത്ത എന്താ പറയാന്ന് എനിക്കറിയില്ല, അത്രയും ഇഷ്ടം. വെറുതെ കാണിക്കുന്ന ഇന്നലെ അപ്പച്ചമ്പിനകത്തുണ്ടായിരുന്ന മൊത്തം ഇന്നലെ തീർന്ന 2 ബാക്കിയുള്ളൂ. അത് രാവിലെ ചെറിയ എന്തെങ്കിലും മുന്നേ ഞങ്ങൾ തിന്നുന്ന കേട്ടോ. ഉണ്ടാക്കാലോ, ചക്ക ഇഷ്ടം പോലെ ആയല്ലോ ഇപ്പൊ. മഴക്കാലത്തൊക്കെ തിന്നാൻ ഭയങ്കര സൂപ്പർ അല്ലേ കുമ്പിളപ്പം. ഇപ്പൊ ചക്കക്കാലം കഴിഞ്ഞിട്ട് മഴക്കാലത്ത് തിന്നണമെങ്കിലും ഇതേപോലെ ചക്ക വരട്ടി കുപ്പിയിലാക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ചക്ക വരട്ടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, വാട്സപ്പ് ചെയ്യാ, ഞാൻ ചക്ക വരട്ടി അയക്കുന്നതായിരിക്കും. ഹാപ്പി ഉറക്കം പറ, നല്ല കേക്കുള്ളൂ. ഞാനൊക്കെ മറന്നുപോയി. രാവിലെ വിഷുവായിട്ട് ചക്കയപ്പൊക്കെ തിന്നാൻ പറ്റണം. ഒരു ചക്കപ്പായസം വെച്ചാലോ? ഒരു ചക്കപ്പായസം വെക്കാല്ലേ? ചക്കയുടെ കൊണ്ട് ചക്കപ്പായസം വെക്കാം, കുമ്പളപ്പം ഉണ്ടാക്കാം. ചക്ക ഇവിടെ മറിയക്കുട്ടി പിന്നെ അമ്മ ചക്ക വരട്ടി തന്നെ സ്പൂണിൽ തൊണ്ടി തിന്നും. ചക്കയൊക്കെ വരട്ടി വെച്ചാൽ എല്ലാ പിള്ളേരും തിന്നോളും. അത്രയും കുറച്ച് ബേക്കറി തിന്നാൻ മതിയല്ലോ. എല്ലാരും കുമ്പളപ്പൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഞാൻ ഇന്നും ഉണ്ടാക്കും. എടനേല പറിച്ചുകൊണ്ട് വന്ന് ബാക്കിയാ, അത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കുമ്പളപ്പം കൂടെ ഉണ്ടാക്കി കഴിക്കും. ചക്ക വരട്ടി വേണ്ടവർ വാട്സപ്പ് ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബൈ.